സച്ചുവിന്റെ വീഡിയോസിലും പനീഷിന്റെ വീഡിയോസിലും എല്ലാം ഇവരെ കാണുന്നുണ്ടല്ലോ. ശരിക്കും ഇവര് ഫ്രീ ആയിട്ട് വന്നിട്ടാണോ ചെയ്തത്, അതിന് ഒരു പേയ്മെന്റ് വാങ്ങിക്കോ? അല്ല, നമുക്കിപ്പം ഈ ഇൻസ്റ്റയിൽ നമ്മൾ ചുമ്മാ ചെയ്യുന്ന നമ്മളെ നോർമൽ കോണ്ടന്റിന് പൈസ ഇല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, വരുമാനമില്ല. പ്രൊമോഷൻ വരുമ്പോഴാണ് നമുക്ക് വരുമാനം വരുന്നത്. പ്രൊമോഷൻ വരുമ്പോൾ അവർക്ക് പേയ്മെന്റ് ഉണ്ടാവും. പിന്നെ അവരുടെ അക്കൗണ്ടിൽ തന്നെ പ്രൊമോഷൻസ് വരും. പിന്നെ ഫുഡ്, അക്കോമഡേഷൻ, എല്ലാം ട്രാവൽ ഇവരെല്ലാരും തീറ്റിപ്പോറ്റുന്നത് സച്ചു ആണല്ലേ? അതെ, ഉറപ്പായിട്ടും. ഒരു സ്കൂൾ നടത്താം. സ്വന്തമായിട്ട് അധ്വാനിക്കാൻ അതിനുള്ള പ്രായമായില്ല. എത്ര വയസ്സായി? എത്ര തോന്നും കണ്ട കണ്ട ഒരു 22, 24 ഒക്കെ. 19 വയസ്സായുള്ളൂ. നിനക്ക് എത്ര? 17, 16 കൂട്ടി പറയാ. പക്ഷെ ഇവനെ കാണുമ്പോ ഭയങ്കര ഒരു തക്കുടു ബേബിനെ പോലെ. അത് കാണാനല്ലേ സ്വഭാവം അറിഞ്ഞൂടെ, പിന്നെ തക്കുടൊക്കെ മാറി. നിങ്ങൾക്ക് തോന്നിയിട്ട് ഇവനെ കാണുമ്പോ അച്ചുടാ അയ്യോ, അത് അടുത്തറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അച്ചോടാന്ന് വരില്ല. ഇവനെ കൈ ഇങ്ങനെ കൊണ്ടുവന്ന കൈ ഇങ്ങനെ. ഇവനെ ചുമരിലിട്ട് ഉറയ്ക്കാൻ തോന്നുന്നൊരു ഒരു സംഭവം ഉണ്ടായില്ല. നമ്മള് നേരത്തെ പറഞ്ഞ റീടേക്കിന്റെ ഉസ്താദാണ് ഭായി. ഇപ്പൊ പക്ഷെ ഒറ്റ ടാക്കിൽ അടിച്ചിട്ട് വരില്ലേ പറഞ്ഞിട്ട് ഒരു 10-30 ആണോ? ചോദിക്കും ഏത് വേണമെന്നോ, നാച്ചുറൽ വേണോ വേണോ, അതൊക്കെ ചോദിക്കും. നമുക്ക് ഏതാണ് വേണ്ടത്? മെനു ഉണ്ട് പുള്ളി, കാരണം പുള്ളിയിൽ 5-6 ഐറ്റം ഉണ്ട്. അപ്പോഴേ ചോദിക്കും നാച്ചുറൽ ആയിട്ട് വേണോ അതേ ആർട്ടിഫിഷ്യൽ വേണോ. ഡയറക്ഷനും പറഞ്ഞു തരും പുള്ളി ഇടയ്ക്കിടയ്ക്ക്. ഡയലോഗ് തെറ്റുമല്ലോ, ചേട്ടാ എന്നെ അടുത്ത് ഇവിടെ വെച്ചോട്ടാ, അപ്പൊ അതിന്റെ ബാക്കി എടുത്താൽ അതില്ല എന്നൊക്കെ പറയും. പറയും അങ്ങനെ. ഡയറക്ഷൻ ഇഷ്ടാണോ? അതിനെപ്പറ്റി ABCD അറിഞ്ഞൂടാ. നിനക്കറിയോന്നില്ലേ? എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞൂടാ നിന്റെ പറഞ്ഞ. അല്ല, ഇവനില് ലാസ്റ്റ് വല്ല ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിന്ന് പറഞ്ഞില്ലേ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ മറ്റേ ഈ ശല്യത്തിനെ കൊണ്ട് കുടുങ്ങിയല്ലോ തോന്നി, അങ്ങനെ വല്ലതും ഉണ്ടായി ഇവനെ കൊണ്ട്, ഈ മുതലിനെ കൊണ്ട്? അല്ല, രാത്രിയല്ല, മറ്റേത് മൊബൈല് വീട്ടുകാർ വാങ്ങിച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞു. ഒരു മൊബൈല് കൊടുത്ത് അതിനെ ചീത്തയാക്കി. അത് തറയിൽ വീണാണ് പൊട്ടിയ സാധനം. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താ പറഞ്ഞ വെള്ളം കയറി. അല്ല, അപ്ഡേഷൻ നമുക്കറിയാലോ ഇത് തറയിൽ വീണ് പൊട്ടിയാണ്. അവിടെ അത് വാങ്ങിച്ചു തരാത്തോണ്ട് വീട്ടിൽ കലിപ്പായിട്ട് വന്നിട്ട് തുറന്നടേ ആരോമില്ല, ഒരു വീഡിയോ ഉണ്ട്, പെട്ടെന്ന് ഇങ്ങനെ ഒന്നാണ് ചെയ്യാൻ. ഞാൻ വീഡിയോ ഒന്നും ചെയ്യാൻ ഇനി തൊട്ട് വരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ ചുമ്മാ ഞാൻ നേരത്തെ പോവാണ്. എന്താ വീഡിയോ വരാത്ത? ഇവിടെ ജോലിക്ക് പോണെന്നൊക്കെ പറഞ്ഞു. എന്ത് എന്താ ആരോമല്ല ഞാൻ പറഞ്ഞു ഞാൻ ആരെയും താങ്ങുന്നില്ല, നീ ആയിട്ടാണ് ഇവിടെ വന്ന് നമ്മളോട് വീഡിയോ ചെയ്തത്. അപ്പൊ അതിനുള്ള പ്രതിഫലവും നിനക്ക് എല്ലാ കാര്യങ്ങളും നിനക്ക് വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിനക്ക് ഇനി വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലേ, ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് പറയാൻ പറഞ്ഞു. ആ കട്ടക്കലിപ്പിനാണ് കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാ, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു. കരഞ്ഞോണ്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞ് ചുമ്മാ ആയിപ്പോട്ടെ. എനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നു. എന്ന് വെച്ചാൽ ഈ ചെറിയ പ്രായമാണ്, അപ്പം നല്ല ടാലന്റ് ഉണ്ട്. നമ്മളെ ഈ ലാസ്റ്റ് വന്നാണ് നല്ല സിനിമയിലൊക്കെ ഇപ്പൊ അഭിനയിച്ച് ഹിറ്റ് പടം രസന സമയത്ത് ബന്ധുമിത്രാദികളൊക്കെ അഭിനയിച്ചു. ഓ, സിനിമാ നടനാണല്ലേ? അതെ അതെ, ഒരുപാട് അവസരങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും പ്രൊജക്ട് ഇനി ഇറങ്ങാനുണ്ടോ? അഭിനയിച്ചോണ്ടിരിക്കുന്നു. ഏതാ ചെയ്യുന്ന? നോബഡി. പൃഥ്വിരാജിന്റെ കൂടെ കോമ്പിനേഷൻ സീനാ. എന്താ റോൾ ഏതാ? അതൊന്നും സിനിമ മനസ്സിലാവല്ലോ. നാല് കലക്കും പൊളിക്കാൻ വേണ്ടി എന്നിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ അല്ലാണ്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കള്ളം വേറെന്തു പറ ഫോണ് വെച്ചെടുത്തില്ലേ തൂങ്ങി ചത്തളയുന്നു. ഫോൺ വാങ്ങിച്ചിട്ട് തൂങ്ങി ചത്തളയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു വീട്ടില്. അങ്ങനെ പറഞ്ഞില്ല, എന്നിട്ട് വീട്ടിൽ നിന്ന് ഫോൺ വാങ്ങി തന്നോ? ഇല്ല, സച്ചേട്ടാ സച്ചു വാങ്ങി കൊടുത്തോ? അതല്ല, നീ ഉദാര മനസ്കനാണല്ലേ സച്ചു. നമ്മള് കൊടുത്ത എത്രത്തെ ഫോൺ? രണ്ടാമത്തെ ഫോണാണ്. ഏത് ഫോണാ സച്ചു വാങ്ങി തന്നെ? പോക്കോ. കാണിച്ചു കൊടുക്ക് മറ്റു പ്രേക്ഷകർക്ക്. സച്ചു ചേട്ടൻ വാങ്ങി തന്ന ഫോണാണെന്ന് പറഞ്ഞ് കാണിച്ചു. സച്ചു ചേട്ടൻ പിള്ളേർക്ക് വേണ്ടി ഫോണൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. നീ ഇങ്ങനെ കേടെടുത്തോ ഇവരെ ഓരോന്ന് വാങ്ങി കൊടുത്തിട്ട്? ഫോണ് നമുക്ക് ഇപ്പൊ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ്.